ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്രീലത. പ്രധാന വാർത്തകൾ. G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറ്റലിയിലേക്ക് പുറപ്പെട്ടു. ഇൻഡോ പസഫിക് മെഡിറ്ററേനിയൻ മേഖലകളിൽ സഹകരണം ശക്തിപ്പെടുത്തുമെന്നും പ്രധാനമന്ത്രി. കുവൈറ്റിൽ അപകടത്തിൽപ്പെട്ട ഇന്ത്യക്കാർക്ക് വേണ്ട സഹായം ഉറപ്പുവരുത്തുന്നതിനായി കേന്ദ്രമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് കുവൈറ്റിലെത്തി. സംഭവത്തിൽ കുവൈറ്റിലെ പബ്ലിക് പ്രോസിക്യൂട്ടർ അന്വേഷണം ആരംഭിച്ചു. 5 വർഷത്തിനുള്ളിൽ ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി 50,000 കോടി രൂപയായി ഉയർത്തുമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. നീറ്റ് പരീക്ഷയിൽ സ്കോർ കാർഡുകൾ റദ്ദാക്കിയവർക്ക് ഈ മാസം 23-ന് വീണ്ടും പരീക്ഷ എഴുതാൻ അവസരം നൽകുമെന്ന് കേന്ദ്ര സർക്കാർ. നീറ്റ് വിഷയത്തിൽ സുപ്രീംകോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്ന് കോൺഗ്രസ്. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ അധികൃതരുമായി കൂടിക്കാഴ്ച നടത്തി. 2024 പാരീസ് ഒളിമ്പിക്സിലേക്കായുള്ള ഒരുക്കങ്ങൾ അദ്ദേഹം വിലയിരുത്തി. 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ബംഗ്ലാദേശ് നെതർലാൻഡ്സിനെയും ഇംഗ്ലണ്ട് ഒമാനെയും നേരിടും. വാർത്തകൾ വിശദമായി. G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറ്റലിയിലേക്ക് പുറപ്പെട്ടു. 3-ാം തവണ ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ശേഷമുള്ള ശ്രീ നരേന്ദ്രമോദിയുടെ ആദ്യ വിദേശയാത്രയാണിത്. തുടർച്ചയായ 5-ാം തവണയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത്. ഉച്ചകോടിയുടെ ഭാഗമായി നാളെ നടക്കുന്ന ഔട്ട്റീച്ച് സെഷനിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുമെന്ന് വിദേശകാര്യ സെക്രട്ടറി വിനയ് ക്വാത്ര ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. സമ്മേളനത്തിൽ നിർമ്മിത ബുദ്ധി, ഊർജ്ജം എന്നീ വിഷയങ്ങൾക്കൊപ്പം ആഫ്രിക്കൻ മെഡിറ്ററേനിയൻ മേഖലകളിൽ ഊന്നിയുള്ള ചർച്ചകളും നടക്കും. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുമായി പ്രധാനമന്ത്രി ഉഭയകക്ഷി ചർച്ച നടത്തും. മറ്റ് G7 നേതാക്കളുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. സ്വിറ്റ്സർലാൻഡിൽ നടക്കുന്ന യുക്രൈൻ സമാധാന ഉച്ചകോടിയിലും ഇന്ത്യയുടെ പങ്കാളിത്തമുണ്ടാകുമെന്ന് വിദേശകാര്യ സെക്രട്ടറി അറിയിച്ചു. ഇന്ത്യ ഇറ്റലി തന്ത്രപരമായ പങ്കാളിത്തം ബലപ്പെടുത്തുന്നതിനും ഇൻഡോ പസഫിക് മെഡിറ്ററേനിയൻ മേഖലകളിൽ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനും സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. G7 ഔട്ട്റീച്ച് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ യാത്ര തിരിക്കുന്നതിന് മുൻപാണ് പ്രധാനമന്ത്രി ഇക്കാര്യം പറഞ്ഞത്. ഇറ്റലി പ്രധാനമന്ത്രി ജോർജിയ മെലോണിയയുടെ കഴിഞ്ഞ വർഷത്തെ ഇന്ത്യ സന്ദർശനങ്ങൾ ഉഭയകക്ഷി ബന്ധത്തിന്റെ ആഴം കൂട്ടുന്നതിൽ നിർണായകമായെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഔട്ട്റീച്ച് സെഷനിലെ ചർച്ചകളിൽ നിർമ്മിത ബുദ്ധി, ഊർജ്ജം, ആഫ്രിക്ക, മെഡിറ്ററേനിയൻ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കുവൈറ്റിൽ ഇന്നലെയുണ്ടായ തീപിടുത്തത്തിൽ മരിച്ച 49 പേരിൽ 20-ലേറെ മലയാളികളാണെന്ന് റിപ്പോർട്ടുകൾ. ഇതിൽ 15 പേരുടെ മരണം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. മരിച്ചവരിൽ 40-ലേറെ പേർ ഇന്ത്യയിൽ നിന്നുള്ളവരാണ്. പരിക്കേറ്റ 50ഓളം പേരിൽ 9 പേരുടെ നില ഗുരുതരമാണ്. അപകടത്തിന്റെ കാരണം കണ്ടെത്താൻ കുവൈറ്റ് ഔദ്യോഗിക അന്വേഷണം ആരംഭിച്ചു. അപകടത്തിൽപ്പെട്ടവർക്ക് ആവശ്യമായ എല്ലാ ചികിത്സയും ഉറപ്പുവരുത്തുമെന്ന് കുവൈറ്റ് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. അപകടത്തിൽപ്പെട്ട ഇന്ത്യക്കാർക്ക് വേണ്ട സഹായം ഉറപ്പുവരുത്തുന്നതിനായി കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് കുവൈറ്റിലെത്തി. ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ അടിയന്തര യോഗം ചേർന്നു. മരിച്ച ഇന്ത്യക്കാരുടെ കുടുംബങ്ങൾക്ക് കേന്ദ്ര സർക്കാർ 2 ലക്ഷം രൂപ അടിയന്തര ധനസഹായം പ്രഖ്യാപിച്ചു. കുവൈറ്റിലെ തെക്കൻ മംഗഫ് മേഖലയിൽ വിദേശ തൊഴിലാളികൾ താമസിക്കുന്ന കെട്ടിടത്തിന് തീപിടിച്ച് കുറഞ്ഞത് 40 ഇന്ത്യക്കാർ കൊല്ലപ്പെടുകയും അനേകം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവത്തിൽ കുവൈറ്റിലെ പബ്ലിക് പ്രോസിക്യൂട്ടർ അന്വേഷണം ആരംഭിച്ചു. വിശദാംശങ്ങളിലേക്ക്. തീപിടുത്തത്തിന് പിന്നിലെ കാരണങ്ങളും അപകടമുണ്ടാകാനിടയായ സാഹചര്യവും കണ്ടെത്താനാണ് അന്വേഷണം ലക്ഷ്യമിടുന്നത്. പരിക്കേറ്റവർക്ക് മികച്ച ആരോഗ്യ സേവനങ്ങൾ നൽകാനുള്ള സർക്കാരിന്റെ പ്രതിജ്ഞാബദ്ധത വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. പരിക്കേറ്റവർ വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെ എന്നും മന്ത്രാലയം പ്രത്യാശ പ്രകടിപ്പിച്ചു. അൽ മംഗഫ് കെട്ടിടത്തിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ചവരുടെ എണ്ണം 49 ആയതായി കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയം നേരത്തെ അറിയിച്ചിരുന്നു. റിയൽ എസ്റ്റേറ്റ് ഉടമകളുടെ അത്യാഗ്രഹമാണ് ഇത്തരം പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നതെന്ന് സ്ഥലം സന്ദർശിച്ച ഉപപ്രധാനമന്ത്രി ഷെയ്ഖ് ഫഹദ് യൂസഫ് അൽ സബാഹ് പറഞ്ഞു. അപകടത്തിൽപ്പെട്ടവരിൽ കൂടുതൽ പേർ കേരളത്തിൽ നിന്നുള്ളവരാണെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. പ്രവാസി മലയാളികൾക്ക് നോർക്ക ഗ്ലോബൽ കോൺടാക്ട് സെന്ററിന്റെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറുകളിൽ ബന്ധപ്പെടാം. തമിഴ്നാട്ടുകാർക്ക് വേണ്ടി ഹെൽപ്പ് ലൈൻ നമ്പരും തുടങ്ങിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. കുവൈറ്റിൽ തൊഴിലാളി ക്യാമ്പിലുണ്ടായ തീപിടുത്തത്തിൽ മരണമടഞ്ഞ മലയാളികളുടെ കുടുംബാംഗങ്ങൾക്ക് സംസ്ഥാന സർക്കാർ 5 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു. പരിക്കേറ്റവർക്ക് 1 ലക്ഷം രൂപ വീതം നൽകാനും ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായി. ദുരന്തത്തിൽ സംസ്ഥാന മന്ത്രിസഭ അനുശോചനം രേഖപ്പെടുത്തി. അപകടത്തിൽപ്പെട്ട മലയാളികൾക്കായുള്ള സഹായ നടപടികൾ ഏകോപിപ്പിക്കുന്നതിനായി ആരോഗ്യമന്ത്രി വീണ ജോർജും കുവൈറ്റിലെത്തും.
അടുത്ത 5 വർഷത്തിനുള്ളിൽ രാജ്യത്തിന്റെ പ്രതിരോധ കയറ്റുമതി 50,000 കോടി രൂപയായി ഉയർത്താനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. 21,000 കോടി രൂപയുടെ പ്രതിരോധ ഉപകരണങ്ങൾ ഇന്ത്യ ഇതിനകം കയറ്റുമതി ചെയ്തിട്ടുണ്ടെന്നും ഇത് ചരിത്രപരമാണെന്നും രാജ്യരക്ഷാ മന്ത്രാലയത്തിന്റെ ചുമതല ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. രാജ്യത്തിന്റെ സുരക്ഷയും സുരക്ഷാ സേനയുടെ ക്ഷേമവും മുൻഗണനയായി തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു. 2024-25 കേന്ദ്ര ബജറ്റുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ തുടങ്ങി. ഇന്നലെ ധനമന്ത്രാലയത്തിന്റെ ചുമതല നിർമ്മല സീതാരാമൻ ഏറ്റെടുക്കുകയും ബജറ്റ് സംബന്ധിച്ച് മുതിർന്ന ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തുകയും ചെയ്തു. കേന്ദ്ര വ്യോമയാന മന്ത്രിയായി കിഞ്ചരാപ്പു രാംമോഹൻ നായിഡു ഇന്ന് ചുമതലയേറ്റു. വ്യോമഗതാഗതം സുഗമമാക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കുക എന്നതിനാണ് മുൻഗണനയെന്ന് നായിഡു പറഞ്ഞു. വിമാന നിരക്ക് കുറച്ച് അത് സാധാരണക്കാർക്ക് താങ്ങാവുന്നതാക്കി മാറ്റുകയാണ് തന്റെ ലക്ഷ്യമെന്നും അദ്ദേഹം വ്യക്തമാക്കി. നീറ്റ് പരീക്ഷയിൽ ഗ്രേസ് മാർക്ക് ലഭിച്ച 1563 പേരുടെ സ്കോർ കാർഡുകൾ റദ്ദാക്കുമെന്ന് കേന്ദ്ര സർക്കാർ. ഇവർക്ക് ഈ മാസം 23-ന് വീണ്ടും പരീക്ഷ എഴുതാൻ അവസരം നൽകുമെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചു. പുനഃപരീക്ഷയുടെ ഫലം ഈ മാസം 30-ന് പ്രസിദ്ധീകരിക്കും. നീറ്റ് പരീക്ഷ നടത്തിപ്പുമായി ബന്ധപ്പെട്ട മറ്റ് ഹർജികളിൽ ജൂലൈ 8-ന് സുപ്രീം കോടതി വീണ്ടും വാദം കേൾക്കും. നീറ്റ് പരീക്ഷാ വിഷയത്തിൽ സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിൽ നീതിയുക്തമായ അന്വേഷണം വേണമെന്ന് കോൺഗ്രസ് പാർട്ടി ആവശ്യപ്പെട്ടു. നീറ്റ് പരീക്ഷയിൽ കൃത്രിമം, പേപ്പർ ചോർച്ച, അഴിമതി എന്നിവ നടന്നതായി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ആരോപിച്ചു. കുറ്റക്കാർക്ക് ഏറ്റവും കഠിനമായ ശിക്ഷ നൽകണമെന്നും ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് അവരുടെ ഒരു വർഷം പാഴാകാതിരിക്കാൻ നഷ്ടപരിഹാരം നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. നീറ്റ് പരീക്ഷ എഴുതിയ 24 ലക്ഷം വിദ്യാർത്ഥികളുടെ ഭാവി സർക്കാരിന്റെ നടപടികൾ മൂലം അപകടത്തിലാണെന്ന് പറഞ്ഞ അദ്ദേഹം സർക്കാരിന് ഉത്തരവാദിത്തം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ ചുമലിൽ കെട്ടിവെച്ച് ഒഴിഞ്ഞുമാറാനാകില്ലെന്നും പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ അധികൃതരുമായി കൂടിക്കാഴ്ച നടത്തി കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ. ഇന്ന് ന്യൂഡൽഹിയിൽ നടന്ന കൂടിക്കാഴ്ചയിൽ 2024 പാരീസ് ഒളിമ്പിക്സിലേക്കായുള്ള ഒരുക്കങ്ങൾ അദ്ദേഹം വിലയിരുത്തി. കേന്ദ്ര സഹമന്ത്രി രക്ഷാ ഖഡ്സെയും മന്ത്രാലയത്തിലെ മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ബംഗ്ലാദേശ് നെതർലാൻഡ്സിനെ നേരിടും. കിങ്സ് ടൗണിൽ രാത്രി 8 മണിക്കാണ് മത്സരം. രാത്രി 12:30 നടക്കുന്ന മത്സരത്തിൽ ഇംഗ്ലണ്ട് ഒമാനെ നേരിടും. ഇന്ന് രാവിലെ നടന്ന മത്സരത്തിൽ വെസ്റ്റ് ഇൻഡീസ് ന്യൂസിലാൻഡിനെ 13 റൺസിന് പരാജയപ്പെടുത്തി. സിഡ്നിയിൽ നടക്കുന്ന ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ സിംഗിൾസിൽ ഇന്ത്യയുടെ ആകർഷി കശ്യപ് ക്വാർട്ടർ ഫൈനലിൽ കടന്നു. ഓസ്ട്രേലിയയുടെ കെയ്ക്വി ടെയോയെ പരാജയപ്പെടുത്തിയാണ് അവർ ക്വാർട്ടർ ഫൈനലിൽ കടന്നത്. മിക്സഡ് ഡബിൾസ് വിഭാഗത്തിൽ ഇന്ത്യൻ ജോഡികളായ ബി സുമീത് റെഡ്ഡി, എൻ സിക്കി റെഡ്ഡി സഖ്യവും ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചു. അജിത് ഡോവലിനെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായും ഡോക്ടർ പി.കെ. മിശ്രയെ പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായും വീണ്ടും നിയമിച്ചു. മന്ത്രിസഭയുടെ നിയമന സമിതി ഇന്ന് നിയമനങ്ങൾക്ക് അംഗീകാരം നൽകി. നിയമനത്തിനു ശേഷം ഡോവൽ ഇന്ന് ന്യൂഡൽഹിയിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിനെ സന്ദർശിച്ചു. അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രിയായി ബി.ജെ.പി. നേതാവ് പേമ ഖണ്ഡു 3-ാം തവണയും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ഇറ്റാനഗറിൽ നടന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ 11 ക്യാബിനറ്റ് മന്ത്രിമാരും മുഖ്യമന്ത്രിക്കൊപ്പം ചുമതലയേറ്റു. അരുണാചൽ പ്രദേശ് ഗവർണർ കെ.ടി. പർനായക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. കുവൈറ്റ് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ന് നടക്കാനിരുന്ന ലോക കേരള സഭയുടെ ഉദ്ഘാടന സമ്മേളനവും സെമിനാറും ആഘോഷ പരിപാടികളും ഒഴിവാക്കി. ലോക കേരള സഭാ സമ്മേളനം നാളെയും മറ്റന്നാളും നിശ്ചയിച്ച പ്രകാരം നടക്കും. ജമ്മുകാശ്മീരിൽ ദോഡ ജില്ലയിലെ ഗണ്ടോയിലെ കോട്ട ടോപ്പ് പ്രദേശത്ത് സുരക്ഷാസേന തെരച്ചിൽ ശക്തമാക്കി. ഇന്നലെ ഭീകരരുമായുണ്ടായ ഏറ്റുമുട്ടലിൽ ഒരു കോൺസ്റ്റബിളിന് പരിക്കേറ്റു. സുരക്ഷാ ഉദ്യോഗസ്ഥർ 4 ഭീകരരുടെ രേഖാചിത്രം പുറത്തുവിട്ടു. സുരക്ഷാ നടപടികളും ഭീകരരെ കണ്ടെത്താനുള്ള ശ്രമങ്ങളും ശക്തമാക്കിയിട്ടുണ്ട്. പുരിയിലെ ജഗന്നാഥ ക്ഷേത്രത്തിന്റെ 4 കവാടങ്ങളും ഇന്ന് രാവിലെ ഭക്തർക്കായി വീണ്ടും തുറന്നുകൊടുത്തു. നിയുക്ത മുഖ്യമന്ത്രി മോഹൻ ചരൺ മാജിയുടെയും മന്ത്രിമാരുടെയും സാന്നിധ്യത്തിലായിരുന്നു കോവിഡ് മഹാമാരിയെ തുടർന്ന് അടച്ചിട്ടിരുന്ന ശ്രീകോവിലിന്റെ കവാടങ്ങൾ ഇന്ന് വീണ്ടും തുറന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറ്റലിയിലേക്ക് പുറപ്പെട്ടു. ഇൻഡോ പസഫിക്, മെഡിറ്ററേനിയൻ മേഖലകളിൽ സഹകരണം ശക്തിപ്പെടുത്തുമെന്നും പ്രധാനമന്ത്രി. കുവൈറ്റിൽ അപകടത്തിൽപ്പെട്ട ഇന്ത്യക്കാർക്ക് വേണ്ട സഹായം ഉറപ്പുവരുത്തുന്നതിനായി കേന്ദ്രമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് കുവൈറ്റിലെത്തി. സംഭവത്തിൽ കുവൈറ്റിലെ പബ്ലിക് പ്രോസിക്യൂട്ടർ അന്വേഷണം ആരംഭിച്ചു. 5 വർഷത്തിനുള്ളിൽ ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി 50,000 കോടി രൂപയായി ഉയർത്തുമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്.
നീറ്റ് പരീക്ഷയിൽ സ്കോർ കാർഡുകൾ റദ്ദാക്കിയവർക്ക് ഈ മാസം 23-ന് വീണ്ടും പരീക്ഷ എഴുതാൻ അവസരം നൽകുമെന്ന് കേന്ദ്ര സർക്കാർ. നീറ്റ് വിഷയത്തിൽ സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്ന് കോൺഗ്രസ്. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ അധികൃതരുമായി കൂടിക്കാഴ്ച നടത്തി. 2024 പാരീസ് ഒളിമ്പിക്സിലേക്കായുള്ള ഒരുക്കങ്ങൾ അദ്ദേഹം വിലയിരുത്തി. 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ബംഗ്ലാദേശ് നെതർലാൻഡ്സിനെയും ഇംഗ്ലണ്ട് ഒമാനെയും നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35-ന്.